നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഇന്നലെ കണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങൾ seen that there are a lot of neutral boranes or boronohydrates with the formula BmHm+4 and we have also many boranes with the formula general formula BmHm+6. ഇതിലെല്ലാം M1, 2, 3, 4, 5, 6 എല്ലാം ഉണ്ടാകണമെന്നൊന്നുമില്ല. പക്ഷെ ഒരുപാട് ഒന്നിക്കൽ ബോറൈൻ്റെ ന്യൂട്രൽ ബോറൈൻസിന്റെ ഫോർമുല ഇതായിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും. മനസ്സിലായില്ലേ? ഇതാണ് നമുക്കറിയാം. ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2m+4 ആണ്. അല്ലെങ്കിൽ എന്താണ് അല്ലേ 2m+4 BmHm എന്ന് പറഞ്ഞാൽ എത്രയായി? അതിന് 2m ഇലക്ട്രോൺസ് ഉണ്ടാവും. പിന്നെ 4 2m+4 എന്ന് പറഞ്ഞാൽ അത് m+2 പേഴ്സ് ആണ്. So that is always having a nido structure, and this has a m+3. അല്ലേ? ഇതിൽ എത്ര ഇലക്ട്രോൺ പേഴ്സ് ഉണ്ട്? BmHm-ന് m പേഴ്സും പിന്നെ m പേഴ്സിൽ 2m-ഉം BmHm-ന് 2m ഇലക്ട്രോൺസും 6 ഇലക്ട്രോൺസ് പുറത്തുണ്ട്. അപ്പൊ 2m/H-ന് 6H കൂടുതലുണ്ടല്ലോ. അപ്പൊ എത്രയുണ്ട്? 2m+6 ഇലക്ട്രോൺസ് ഉണ്ട്. അതിന്റെ പകുതിയായ m+3 പേഴ്സ് ഉണ്ട്. സോ ഇറ്റ് വിൽ ബി ഓൾവേസ് അരക്കണോ. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഫോർമുല കണ്ടാൽ തന്നെ പറയാൻ പറ്റും. ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ബോറൈൻ ആണെങ്കിൽ അതിന്റെ ഫോർമുല കാണുമ്പോൾ ഇതിന്റെ അപൂർവ കേസിൽ ഇഫ് ഇറ്റ് ഈസ് വെരി റെയർ ഇറ്റ് ഈസ് BmHm+8. അതിൽ എക്സാമ്പിൾസ് ഒന്നും ഇല്ല കാര്യമായിട്ട്. ദാറ്റ് വിൽ ഹാവ് m+4 ഇലക്ട്രോൺ അല്ലേ? m+4 പേഴ്സ് ഓഫ് എന്ത് പേരാണ്? സ്കെലിറ്റൽ ഇലക്ട്രോൺ പേഴ്സ് ആൻഡ് ഇറ്റ് വിൽ ഹാവ് ദി ഹൈ ഫോഴ്സ് സ്ട്രക്ചർ. ഇത് വളരെ റെയർ ആണ് നമുക്കറിയാം. പ്രത്യേകിച്ച് ന്യൂട്രൽ ബോറൈൻസിന്റെ കേസിൽ ഇറ്റ് ഈസ് വെരി റെയർ. ഇതൊക്കെ നമുക്ക് ഫോർമുല കണ്ടാൽ തന്നെ ന്യൂട്രൽ ബോറൈൻ ഫോർമുല കണ്ടാൽ തന്നെ പറയാൻ പറ്റും. ബട്ട് ഇത് നമുക്ക് കാൽക്കുലേറ്റ്. ഇപ്പൊ B4H10 എന്ന് പറഞ്ഞാൽ എന്താണ്? B4H10 അത് അരക്കണമാണ്. നമുക്ക് ഒറ്റ നടത്ത് പറയാൻ പറ്റും. B4H10 ശരിക്ക് കണക്കൂട്ടിയാലോ? B4H10-ന് BH4 ടൈംസ് +6 അല്ലേ? BH4 ടൈംസ് പറഞ്ഞാൽ 8 ഇലക്ട്രോൺ. 8ഉം 6 14 ഇലക്ട്രോൺ. 7 പേഴ്സ് എന്ന് പറഞ്ഞാൽ 4+3 ആണ്. ദാറ്റ് ഈസ് അരക്കണോ. അങ്ങനെ നമുക്ക് കണക്കൂട്ടാം. ഒറ്റോട്ടെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇനി there are a lot of borohydride ions with general formula നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? BmHm2- and the value of m varies between H and 2. എല്ലാത്തിന്റെ എക്സാമ്പിൾസ് അവൈലബിൾ ആണ്. 5 മുതൽ 12 വരെയുള്ള വേരിയേഷൻ ഉള്ള BmHm2-, that is B5H5 2-, B6H6 2-, B7 എല്ലാത്തിനും 2-, H7 2-, B8H8 2-, B9H9 2-, B10H10 2-, എല്ലാത്തിനും 2- ആണ്. And if you calculate general from the general formula, you can see that BmHm2- ion will have how many skeletal electron pairs? That is extra hydrogen ഒന്നുമില്ല. BmHm മാത്രമേ ഉള്ളൂ. അപ്പൊ എത്രയുണ്ട്? ഇതില് 2m ഇലക്ട്രോൺസ്. പിന്നെ ഇതിന്റെ 2 മൈനസ് ഉണ്ട്. 2m+2 electrons, that is m+1 pairs. Isn't it? 2m+2 electrons or m+1 pairs. m+1 electron pairs in the structure, that will be ClosO. So we can see that any borohydride ion with the general formula as BmHm2- will have the ClosO structure. So if you have a B6H6 2-, that's a common ion. B6H6 2-, we can say that it will have a ClosO structure. എന്തായിരിക്കും അതിന്റെ സ്ട്രക്ചർ വരിക? അതിന്റെ ഷേപ്പ് വരിക? ClosO ആണ്. എല്ലാ വെർട്ടക്സസും occupied, എല്ലാ വെർട്ടീസസും occupied ആണ്. We can see that it will have the octahedral, a perfect octahedral structure will be there. സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? BH, ഇവിടെ ഒരു BH, ഇവിടെ ഒരു BH, another BH here, the 4th BH, 5th BH and 6th BH. This is the structure of a B6H6 2-, B6H6 2-. അപ്പോൾ ക്ലോസോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ വെർട്ടക്സിന് കുറവൊന്നുമില്ല. ക്ലോസോ സ്ട്രക്ചർ ആണ്. എല്ലാം അതായത് നമ്മുടെ ഡെൽറ്റ ഹെഡറിന്റെ എല്ലാ വെർട്ടീസസും ഓക്കുപ്പൈഡ് ആണെന്ന് മനസ്സിലാക്കുക. B7H7 2- സ്ട്രക്ചർ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി എ പെന്റഗണൽ
ബൈപിരമിഡ് അല്ലെ. B7 H7 എന്ന് പറഞ്ഞാൽ 7 കോർണേഡ് 7 വെർട്ടക്സ് ക്ലോസോ സ്ട്രക്ചർ ഈസ് എ പെന്റഗണൽ ബൈപിരമിഡ്. B8 H8 2 മൈനസ് സ്ട്രക്ചർ എന്തായിരിക്കും? എന്താ നമുക്ക് predict ചെയ്യാം? എല്ലാവരും പോലെയാണ് BnHn 2 മൈനസ് അല്ലെ BmHm2 വാട്ട് എവർ ഇറ്റ് മേ ബി. സെയിം നമ്പർ ഓഫ് ബോറോൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റംസ് വിത്ത് 2 നെഗറ്റീവ് ചാർജസ്. എല്ലാത്തിനും 2 ആണ്. നെഗറ്റീവ് ചാർജ് യാതൊരു വ്യത്യാസമില്ല, ശ്രദ്ധിക്കുക. എല്ലാത്തിനും 2 ആണ്. എല്ലാത്തിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും? ക്ലോസോ സ്ട്രക്ചർ ആയിരിക്കും. സോ വി ക്യാൻ സീ ദാറ്റ് BmHm 2 minus ion will always have yes, it will have M plus 1 electron pairs. It will have the close, it will have M plus 2 and it will have the Nidau structure. M plus 3 and has the electron structure and M plus 4 it has the hypo structure. പറയുന്ന കാര്യം ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ വെയ്റ്റ്സ് റൂളിൽ നിന്ന് പ്രധാനമായിട്ട് ഡെറൈവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, ശ്രദ്ധിക്കുക. അതായത് അതിന്റെ ഫോർമുലയിൽ നിന്ന് സ്കെലിറ്റൽ ഇലക്ട്രോൺ പേഴ്സിന്റെ കൗണ്ട് എടുക്കുക, ആ കൗണ്ടിൽ എത്ര പേഴ്സ് ഉണ്ടെന്ന് നോക്കുക, ആ പേഴ്സിന്റെ എണ്ണവും അതിലുള്ള ബോറോൺ ആറ്റത്തിന്റെയോ അല്ലെങ്കിൽ ബോറോൺ പ്ലസ് കാർബൺ ടോട്ടലിന്റെയോ എണ്ണം നമുക്ക് കമ്പയർ ചെയ്യാം. അത് M ആണെങ്കിൽ M plus 1 പേഴ്സ് ഉണ്ടോ, ചിലപ്പോൾ 2 ഉണ്ടോ 3 ഉണ്ടോ 4 അനുസരിച്ച് ക്ലോസ് ആയിരിക്കണോ ഹൈഫോ. സോ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് B10 H10 2 മൈനസ് എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും, കണക്കൂട്ടേണ്ട ആവശ്യം എന്താണ്? BmHm2 ഒരേ നമ്പർ ആണെങ്കിൽ we can see that it will have the എന്ത് സ്ട്രക്ചർ ആണ്? Yes, closo structure of course. A 10 vertex closo structure എന്താണ് സ്ട്രക്ചർ എന്താണ്? That is a bicapped square antiprism. Bicapped അല്ലേ, ഇത് നമ്മൾ പറഞ്ഞ പല bicapped square antiprism structure ആയിരിക്കും. B10 H10 2 each vertex occupied by a BH unit. Okay, that is a B10 H10 2 minus. B8 H8 2 minus എന്ന സ്ട്രക്ചർ എന്താവാ? Again it will have the closo structure. 8 vertex closo structure is a yes എന്താണ്? That is a നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, is a trigonal dodecahedron. Trigonal dodecahedron. If what is the shape of B12 H12 2 minus? Again it is the closo structure and it is the icosahedron structure. 12 vertex structure icosahedron. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ശ്രദ്ധിക്കുക. ഈ ഫോർമുലയിലൊക്കെ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും. ഇനി ഇതൊന്നും ഇല്ലാത്ത ഫോർമുല വരുമ്പോൾ മാത്രം നമ്മൾ കണക്കൂട്ടേണ്ട ആവശ്യമുള്ളൂ. അത് നമുക്ക് കണക്കൂട്ടാണെങ്കിൽ കണ്ടുപിടിക്കാൻ ഒരുപാട് മാർക്കുണ്ട്. അപ്പോൾ B11 H14 മൈനസ് അതിന്റെ ഷേപ്പ് എന്തായിരിക്കും? Let us look into the shape of B11 H14 minus. So that is actually B11 H11 ഉണ്ട്, പിന്നെ ഒരു 3H ഉണ്ട്, ഒരു മൈനസ് ഉണ്ട് അല്ലേ. സോ B11 H11 22 ഇലക്ട്രോൺസ്, 3Hന് 3 ഇലക്ട്രോൺസ്, ഒരു നെഗറ്റീവ് ചാർജിന് 1 ഇലക്ട്രോൺ. ടോട്ടൽ you can see that it has 26 electrons, that is equal to 13 pairs, isn't it? 13 pairs, that is a M plus 2 because it is 11, it is M plus 2, isn't it? M plus 2 ആകുന്നതാണ്. Yes, that has the Nidau structure. അപ്പോൾ ക്ലോസോ സ്ട്രക്ചർ ക്ലോസോ സ്ട്രക്ചറിൽ എല്ലാ വെർട്ടീസസും occupied ആണ്. Nidau സ്ട്രക്ചറിൽ ഒരു വെർട്ടെക്സ് എംപ്റ്റി ആണ്, മനസ്സിലായില്ലേ? ഒരു വെർട്ടെക്സ് എംപ്റ്റി ആണ്. ആർക്കിനോ സ്ട്രക്ചറിൽ 2 വെർട്ടീസസ് എംപ്റ്റി ആണ്. എന്താണ് ഹൈഫോ സ്ട്രക്ചറിൽ 3 വെർട്ടീസസ് എംപ്റ്റി ആണ്. നമുക്ക് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു ഇത് കണ്ടുപിടിക്കാനുള്ള വേറെ മാർഗമുണ്ട്. ദാറ്റ് ഈസ് ഇഫ് യു കൺസിഡർ സേ B6 H6 2 മൈനസ്, അതിന്റെ സ്ട്രക്ചർ എന്താന്ന് പറഞ്ഞേ? ദാറ്റ് ഈസ് ഹാവിംഗ് ദി എന്ത് സ്ട്രക്ചർ ആണ്? യെസ്, octahedral structure. That is the closo എന്ന് പറയുന്നത്. Closo 6 vertex structure is the octahedron. Okay, suppose I take B6 H6 2 minus. അതിൽ നിന്ന് suppose I remove 2 H plus ions. ഇലക്ട്രോൺ ആണ് വെച്ചുകൊണ്ട് തന്നെ ഒരു 2 H ions, 2 ഹൈഡ്രജൻ ഒഴിവാക്കി എന്തായാലും ഫോം വരിക? B6 H4 4 minus, isn't it? അതാണ് അത് വേണം, വേറെ ഫോം എടുക്കും, ഇതന്നെ എടുക്കും. ഈ B11 H14 4 minus എന്നതിൽ നമുക്ക് ഇപ്പൊ ഇതുപോലെ കണക്കൂട്ടിയിട്ട് we can reach at the Nidau structure of B11 H14 minus. So we can see that
ബി എം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എച്ച് എം പ്ലസ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഹാസ് ദി nido structure. Why? Because it has a m plus 2 electron pairs. Bm H m plus 6 has the arachno structure. Why? Because it has m plus 3 skeletal electron pairs. Isn't it? And Bm H m plus 8 will have the hypho structure because it has a m plus 4 electron. ഇനി ഞാൻ ഇതിൽ നിന്ന് Bm Hm plus 4 വിളിച്ചിട്ടാണ് Bm Hm plus 6 ആണ്. You can see that boron number remains the same, hydrogen number remains the same, or not, hydrogen number increases by 2. രണ്ട് ഹൈഡ്രജൻ കൂടി Bm Hm plus 4 Bm Hm plus 6 ആയി, Bm Hm plus 8 ആയി. ഓരോ പേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് കൂടുന്നു. അതാണ് കൃത്യമായിട്ട് m plus 2 pairs, m plus 3 pairs and m plus 4 pairs. And it has hypho structure, arachno structure and nido structure. Got it? Suppose I have the formula B8 H8 4 minus B8 H8 4 minus. നമ്മൾ നേരത്തെ പറഞ്ഞു Bm Hm 2 minus will have the closed structure with a m plus a 1 skeletal electron pairs. So if you consider B8 H8 4 minus B8 H8 ഇത് വരാത്താണ് B8 H8 4 minus, we can see that B8 H8 will have a 16 electrons plus 4 electrons, that is equal to 20 electrons. Isn't it? There are 20 electrons or 10 pairs. So B8 H8 4 minus has a 10 skeletal electron pairs and it is m plus 2, and we can see that it is the nido structure because m plus 2 represent the nido structure. Now I can take the same B8 H8 6 minus. This is 6 8. Sorry, B8 H8 6 minus. We can see that it has a 16 plus 6 22 electrons or 11 pairs, that is m plus 3, that is equal, that represent in the structure m plus 3 in the yes have the arachno structure. Similarly, we can simply see that B8 H8 8 minus will have a m plus 4 electron pairs and it has the hypho structure, isn't it? ഇവിടെ പരിശോധിക്കുക ബിന്റെയും എച്ചിന്റെയും എണ്ണം ഒന്നാണെങ്കിൽ അതിൽ വരുന്ന ചാർജ് നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് അല്ല നെഗറ്റീവ് ചാർജിന് എണ്ണം നോക്കിക്കഴിഞ്ഞാൽ we can very easily say that it is m plus 2, it is m plus 3 and it is m plus m, because here we have m. ഇത് B8 H8 അല്ല, B7 H7 or B6 H6 or B5 H5 or B4 H4 എന്തെങ്കിലും ആയിക്കോട്ടെ. Bm Hm 4 minus will have a m plus 2 electron pairs. Bm Hm 4 minus will have a Bm Hm 4 minus have a m plus 2 electron pairs. Bm Hm 6 minus will have a m plus 3 electron pairs and Bm Hm 8 minus will have a m plus 4 electron pairs. And if it has m plus 4, it is hypho, it is m plus 3, it is arachno, it is m plus 2, it is nido and it is m plus 1 ഇവിടെ വരുന്നില്ല. m plus 1 നമ്മുടെ ഒറിജിനൽ 2 മൈനസ് ആണ്. അപ്പോൾ Bm Hm എന്നുള്ള സ്ട്രക്ചറിലേക്ക് നമ്മൾ ബാക്കി സ്ട്രക്ചർ കൊണ്ടുവന്നാൽ we can easily predict the structure without calculating it. കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാൽക്കുലേറ്റ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. അതിനേക്കാൾ എളുപ്പത്തിൽ ബാക്കിയുള്ള എച്ചിനെ എച്ച് പ്ലസ് ആയിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള രൂപത്തിൽ, അതായത് B8 H8 അല്ലെ B9 H9 അല്ലെ B10 H9 എന്തെങ്കിലും ആയിക്കോട്ടെ, Bx Hx അല്ലെ Bm Hm മൈനസ് ചാർജ് നോക്കിക്കൊണ്ട് 2 മൈനസ് ആംഗിൽ ക്ലോസോ, 4 മൈനസ് ആംഗിൽ നിഡോ, 6 മൈനസ് ആംഗിൽ അറക്കനോ, 8 മൈനസ് ആംഗിൽ ഹൈഫോ നമുക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. Isn't it? Can you see that? Suppose you take the case of very simple example B4 H10 എന്നുള്ള സ്ട്രക്ചർ ആയി.
നമുക്ക് ശരിക്കും കണക്കൂട്ടി കഴിഞ്ഞാൽ B4H 4 BH-ഉം 6 ഹൈഡ്രജനും അല്ലേ? 4 BH-ന് 8 ഇലക്ട്രോൺസും 6 ഹൈഡ്രജൻ 6 ഇലക്ട്രോൺസ് കൂട്ടി 14 ഇലക്ട്രോൺസ് ആയി. അത് 7 പേഴ്സ് ആണ്. 7 പേഴ്സ് എന്ന് പറഞ്ഞാൽ M+3 ആണ്. അതെന്താണ്? അത് അരക്കിലോ ആണ്. നമുക്ക് കണക്കൂട്ടി കണ്ടുപിടിക്കാം, മനസ്സിൽ കൂട്ടാവുന്നേ ഉള്ളൂ. അതേ സ്ഥലത്ത് ഞാൻ ചെയ്യാൻ വന്നത് B4H10 I reduce it to B4H4. How? I take a B4H10 and I remove 6H plus. Electrons are the one കാരണം ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഫോമിൽ എന്തായി മാറി? B4H4 എത്ര മൈനസ്? 6 മൈനസ് എന്ന് അല്ലേ? B4H ൽ 6H പ്ലസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ B4H4 6 മൈനസ് എന്ന് കിട്ടും. 6 മൈനസ് എന്ന് കണ്ടാലോടെ നമുക്ക് പറയാം എന്താണ്? That has the Nido structure. Because it has a M+3. ഞാൻ പറഞ്ഞ 6 മൈനസിൽ M+3 ഉണ്ടാവും, 4 മൈനസിൽ M+2 ഇലക്ട്രോൺസ് ഉണ്ടാവും, 2 മൈനസിൽ M+1 ഇലക്ട്രോൺ ബേസ് ഉണ്ടാവും. പറയുന്ന കാര്യം മനസ്സിലുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ നേരത്തെ ചെയ്താൽ മാറ്റി ഒരു എക്സാമ്പിൾ എടുക്കാം. B10H14 എന്നെടുക്കുന്നത്. B10H14. ഈ B10H14 എന്താ കണക്ക്? എനിക്ക് B10H10 ആക്കണം. B10H10 ആക്കുമ്പോൾ എന്ത് ചാർജ് വരുന്ന മാത്രം നോക്കിയാൽ മതി. B10H10 4 മൈനസ്, കാരണം 4H പ്ലസ് റിമൂവ് ചെയ്താൽ മാത്രമേ അത് B10H10 ആവും. So we can simply remove as many hydrogens as required to not make the two numbers equal, that is number of boron equal to number of hydrogen, and the remaining is shown as the charge. Electron charge ആയിട്ട് കാണിക്കപ്പോൾ B10H10 4 minus എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? that will be the Nido structure. 6 minus എന്ന് പറഞ്ഞാൽ അരക്കണോ സ്ട്രക്ചർ, 8 മൈനസ് എന്ന് പറഞ്ഞാൽ ഹൈഫോ സ്ട്രക്ചർ. പറയുന്നത് മനസ്സിലാണെങ്കിൽ അപ്പൊ അങ്ങനെ നമുക്ക് എളുപ്പവഴിക്ക് കാണാൻ പറ്റും. നോക്കി കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഏതായോണ്ടായാലും. നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ട് എന്തായിരുന്നു? B11H14 മൈനസ് എന്നാണ്. B11H14 മൈനസ് നമ്മൾ അതിലേക്ക് തിരിച്ചു തരാം. അതിന്റെ സത്രം നമ്മൾ കണ്ടത് ഇവിടെ കണ്ടിട്ടുണ്ട്. 26, 13 എന്നിട്ട് എന്ത് പറഞ്ഞതാ? B11 13 ഇലക്ട്രോൺസിന്റെ M+2 ആണ്. M+2 ആണെങ്കിൽ അത് നിഡോ ആണെന്ന് പറഞ്ഞു. അതിന് പകരം ഇവിടെ നോക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? B11H11 ആക്കുക. ദാറ്റ് B11H11 എത്ര മൈനസ്? 3H പ്ലസ് പോയി. അപ്പൊ 3 മൈനസ് നേരത്തെ ഉണ്ട്. 4 മൈനസ് പറഞ്ഞാൽ എന്താണ്? that is having the Nido structure. മനസ്സിലുണ്ടോ? നമ്മൾ ഇങ്ങനെ കണക്കൂട്ടിയാൽ രണ്ടൊന്നിനെ കിട്ടും. അപ്പൊ ഏത് ബോറോന്റെ ഫോം കിട്ടിയാലും അതിനെന്ത് ചെയ്യുക? അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് BX/HX അല്ല ബോറോൺ ഹൈഡ് ഈക്വൽ ആക്കുക. ഹൗ? ബൈ റിമൂവിംഗ് as many number of H plus ions. ഓരോ H പ്ലസ് പോകുമ്പോൾ ഓരോ ചാർജ് കയറുമ്പോൾ ആ ചാർജ് രണ്ടും നോക്കിക്കൊണ്ട് 2 മൈനസ് എങ്കിൽ ക്ലോസോ, 4 മൈനസ് എങ്കിൽ നിഡോ, 6 മൈനസ് എങ്കിൽ അരക്കനോ, 8 മൈനസ് എങ്കിൽ ഹൈഫോ എന്ന് നമുക്ക് പറയാൻ പറ്റും വളരെ എളുപ്പത്തിൽ. അതിൻ്റെയൊക്കെ ബേസിക് പ്രിൻസിപ്പിൾ ഒന്ന് തന്നെയാണ്. ക്ലിയർ? പിന്നെ ഞാൻ പറഞ്ഞു ഹൈഫോ എന്ന് പറഞ്ഞാലോ ഇപ്പൊ 6 കോർണർ ആയിട്ടുള്ള ഒരു ഹൈഫോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 വെർട്ടക്സ് ഹൈഫോ സ്ട്രക്ചർ ഈസ് ആക്ച്വലി ഹൈഫോ എന്ന് പറഞ്ഞാല് removing 1 we get the Nido structure, removing 2 we get the Arachno structure, removing 3 vertices we get the hypho structure. So a 6 cornered hypho structure means yes, in the original room endane a 10 cornered deltahedron from which 3 vertices are removed. വരച്ചാൽ ലേശം പ്രയാസമാണ്. ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ വരക്കാന്നേ ഉള്ളൂ. ബുക്കിലൊക്കെ ചിത്രമൊക്കെ കാണും. ശരിയല്ലേ? ഇപ്പൊ 3 വെർട്ടിസസ് റിമൂവ് ചെയ്യപ്പെട്ട ഒരു 10 വെർട്ടക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡെൽറ്റാഹെഡ്രണിന് 3 വെർട്ടിസസ് നമ്മൾ ഇതിലൊക്കെ കണ്ടിട്ടില്ലേ? ഒരു പെന്റഗണൽ ബൈപിരമിഡിൽ നിന്ന് ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു വെർട്ടക്സ് പോയി കഴിഞ്ഞാൽ ഈ ഗെറ്റ് പെന്റഗണൽ പിരമിഡ്, ദാറ്റ് ഈസ് ആക്ച്വലി എ നിഡോ സ്ട്രക്ചർ. ഒരെണ്ണം കൂടി പോയി, ആ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നേരത്തെ പോയതിന്റെ തൊട്ടടുത്തായിരിക്കണം, നേരെ ഓപ്പോസിറ്റ് ആവരുത്. ഓപ്പോസിറ്റ് പോയി നമുക്കൊരു പെന്റഗൺ മാത്രമേ കിട്ടൂ അല്ലെ? ഒരു പെന്റഗണൽ ബൈപിരമിഡിൽ നിന്ന് മേലെ താഴെ 2 പോയി പോകും. അവിടെ മേലത്തെ പോയിന്റ് പോയി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക? അതിനടുത്ത് ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പോവാം. അങ്ങനെ പോയിക്കും ബാക്കി ഒരു സ്ട്രക്ചർ എന്തായിരിക്കും? അതാണ് എന്ത് പറയുന്നത്? അരക്കനോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എത്ര പെന്റഗണൽ ബൈപിരമിഡിൽ 2 എണ്ണം പോയിക്കും. ദാറ്റ് ഈസ് കോൾഡ് ദി അരക്കനോ സ്ട്രക്ചർ വിത്ത് എത്ര വെർട്ടിസസ്? 5 വെർട്ടക്സ്ഡ് അരക്കനോ സ്ട്രക്ചർ. ഒരു കാര്യം ശ്രദ്ധിക്കുക, 5 വെർട്ടക്സ് ക്ലോസോ സ്ട്രക്ചർ ഉണ്ട്, 5 വെർട്ടക്സ് നിഡോ സ്ട്രക്ചർ ഉണ്ട്, 5 വെർട്ടക്സ് അരക്കനോ സ്ട്രക്ചർ ഉണ്ട്, 5 വെർട്ടക്സ്ഡ് ഹൈഫോ സ്ട്രക്ചർ ഉണ്ട്. 5 വെർട്ടക്സ് ഹൈഫോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 9 വെർട്ടക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡെൽറ്റാഹെഡ്രണിൽ നിന്ന് എന്റെ പേര് നമുക്കറിയാം എന്ത് ചെയ്യുക? 4 വെർട്ടക്സ് റിമൂവ് ചെയ്താൽ എന്താണ്? ഹൈഫോ സ്ട്രക്ചർ. ഏത്
9 വെർട്ടക്സ്ഡ് ക്ലോസോ സ്ട്രക്ചറിൽ നിന്ന് 4 വെർട്ടക്സ് റിമൂവ് കിട്ടുന്നത് 5 വെർട്ടക്സ്ഡ് ഹൈഫോ സ്ട്രക്ചർ ആണ്. 6 വെർട്ടക്സ്ഡ് ക്ലോസോ സ്ട്രക്ചറിൽ നിന്ന് 2 അഡ്ജസന്റ് വെർട്ടീസസ് റിമൂവ് ചെയ്താൽ കിട്ടുന്നത് 4 വെർട്ടക്സ്ഡ് അരക്നോ സ്ട്രക്ചർ ആണ്. 1 റിമൂവ് ചെയ്താൽ നിഡോ, 2 റിമൂവ് ചെയ്താൽ അരക്നോ. 1 റിമൂവ് ചെയ്താൽ എന്താ കിട്ടും നമുക്കറിയാം. ഫ്രം എ octahedral structure, if you remove one of the vertices, you will get a square pyramid. So a square pyramid actually is a nido structure. A pentagonal pyramid also is a nido structure. കുറച്ച് വലുതാകുന്നതിനനുസരിച്ച് ഇപ്പൊ 8 വെർട്ടക്സ്ഡ് അരക്നോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 8 വെർട്ടക്സ്ഡ് അരക്നോ സ്ട്രക്ചർ. വാട്ട് ഈസ് ദ സ്ട്രക്ചർ? 8 വെർട്ടക്സ്ഡ് അരക്നോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് അരക്നോ സ്ട്രക്ചറിൽ എത്ര എണ്ണം വേണം? 1, 2, 3 എണ്ണം വേണം അല്ലെ? ആ 3 എണ്ണം പോയി 8, 3, 11 വെർട്ടക്സ് ഉള്ള 11 വെർട്ടക്സ് ഉള്ള ഒരു ഡെൽറ്റ ഹെഡാണ്. തന്നെ 3 അടുത്തടുത്ത 3 വെർട്ടക്സ് റിമൂവ് ചെയ്ത് കിട്ടുന്നതാണ് 8 വെർട്ടക്സ്ഡ് ആയിട്ടുള്ള അരക്നോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് ബോറൈഡ്. ഇത് കാർബോറൈഡ്സ് നമ്മൾ നേരത്തെ എക്സാമ്പിൾ കാർബോറൈഡ്സ് വലിയ വ്യത്യാസം വരുന്നത്. അപ്പൊ കാർബോറൈഡ് വിത്ത് ഫോർമുല C2B8H10. C2B8H10. What is the electron count? We can reach the electron count from the Wade's rule. നേരത്തെ പറഞ്ഞ പോലെ yes. Each BH unit represent or it contribute 2 electrons to skeletal body, and each CH unit 3. And you can see it is actually CH twice, BH 8 times, isn't it? CH twice, BH 8 times ആണ്. CH twice എന്ന് പറഞ്ഞാല് 6 electrons, BH 8 എന്ന് പറഞ്ഞാല് 16 electrons, totally 22 electrons. That means 11 pairs. So there are 11 skeletal electron pairs, and we can see that it is having M is equal to not 8 plus 2 10, both total number of carbon and boron atoms, that is M plus 1 pairs. It is 10 plus 1, that is M plus 1 by N plus 1, that is the closed structure. So C2B8H10 will have the closed structure, and that kind of shape that is a 10 vertexed closed structure. That is the icosahedron. Icosahedron structure നമുക്ക് വരച്ച് കാണിക്കാനൊക്കെ ലേശം ബുദ്ധിമുട്ടാണ്. Can imagine it just like a pentagon and another pentagon, one above the other. And they are not in the eclipsed form, they are in the staggered form. എന്ന് പറഞ്ഞാൽ അടിയിലത്തെ പെൻഡഗൺ, ഞാൻ അടിയിലത്തെ പെൻഡഗൺ ഇതേ കറുത്ത വരക്കാണ്. ഇങ്ങനെയാണെങ്കിൽ മുകളിലത്തെ പെൻഡഗൺ കുറച്ച് മാറ്റി വരക്കാണ് ശരി. മുകളിലത്തെ ഇതേപോലെയാണെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി എന്താണ്? എക്ലിപ്സ്ഡ് ആണ്. അതിന് പകരം ഒരു പെൻഡഗണിന്റെ ഓറിയന്റേഷൻ ഷേപ്പിനെ പറ്റി മാത്രമാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഇങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പെൻഡഗണിന്റെ ഓറിയന്റേഷൻ മനസ്സിലായില്ല? Like this. You can see that just tilt ചെയ്തിരിക്കും. എത്ര ഡിഗ്രി ടിൽറ്റ് ചെയ്തിട്ടുണ്ടാവും? ഇതിന്റെ നടുക്ക് നോക്കിയ ഓരോ ആംഗിളും 72 ഡിഗ്രി ആയിരിക്കും. 72 കണക്കെന്ന് നിങ്ങളോട് പഠിക്കുക. 36 ഡിഗ്രി തിരിച്ച് 72 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ കിട്ടും, അതേപോലെ കിട്ടും. മനസ്സിലായില്ലേ? എക്ലിപ്സ്ഡ് ആയിരിക്കും. സ്ക്വയർ നമ്മൾ നേരെ പറഞ്ഞിട്ട് സ്ക്വയർ ആന്റി പ്രിസം പറഞ്ഞു. സ്ക്വയർ ഇങ്ങനെ വെച്ച് അടുത്ത സ്ക്വയറും ഇതേപോലെ ഇതിന്റെ മേലോ അല്ലെ താഴെ വന്നു കഴിഞ്ഞാൽ we can say that it is in the eclipsed form, whereas if one square is like this. ഈ ചോദ്യം നമ്മൾ 90 ഡിഗ്രി തിരിച്ചാൽ അതുപോലെ വരും. ഒരു 45 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ 45 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ you can see that it comes like this. This is staggered. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് this is eclipsed. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു icosahedron means
ഇറ്റ് ഈസ് അതിന്റെ ഷേപ്പിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ടു സ്റ്റാഗേർഡ് പെന്റഗൺസ് ഇതിലെത്തായി. അപ്പൊ 5 വെച്ച് 10 പോയിന്റ് ആയി. ഈ പെന്റഗണ് ക്യാപ്പ് ചെയ്തോണ്ട് ഇതിനെ ക്യാപ്പ് ചെയ്തോണ്ട് ഒരു പോയിന്റ് മേലെ ഒരു പോയിന്റ് താഴെ, മൊത്തത്തിൽ എത്രയായി? 12 പോയിന്റ്സ് ആയി. 12 points. And you can see that it has a 12 faces. 12 faces. That is why it is 12 അല്ല, ഇതിനാണ് വരിക ഐക്കോസ് ആണ്. it has 20 faces. 12 എന്ന് പോരാ, മറ്റേ ഡോഡൊക്കെയാണ് ഇത്. ഐക്കോസാഹീഡ്രൺ 20 faces. 5 മേലെ ഉണ്ടാവും, 5 താഴെ ഉണ്ടാവും, 10 അടുക്കുണ്ടാവും. 10 ട്രയാങ്കുലർ ഫേസസ് ഈ രണ്ടിന്റെ ഈ എക്ലിപ്സിന്റെ അടുത്ത് ഓരോന്ന് കണക്ട് ചെയ്ത 10 ട്രയാങ്കുലർ ഫേസ് വരക്കാം. ഈ 5 ഫേസുകൾ നമുക്ക് നേരത്തെ അറിയാം. ഈ 5 ഫേസുള്ള പെന്റഗണ്ട് മേലെ വരുമ്പോൾ ഇവിടുന്ന് ഓരോന്നിലേക്ക് കണക്ഷൻ പോകും. 1 2 3 4 5 ട്രയാങ്കിൾസ് ഉണ്ടാവും. 5 ട്രയാങ്കിൾസ് ഉണ്ടാവും. അതേപോലെ 5 അടിയിലുണ്ടാവും. ഇത് രണ്ടിന്റെയും ഇത് നമ്മൾ ശരിക്കും വരച്ചു കഴിഞ്ഞാല് ഒരു എന്തെല്ലാം വരച്ചിട്ടുണ്ട്. വരച്ചാൽ നമ്മൾ യോജിപ്പിച്ചാൽ ബുക്ക് കാണുന്ന ഒരു രൂപത്തിൽ നമുക്ക് വരക്കാൻ പറ്റില്ല. നമുക്ക് വരക്കാൻ പറ്റുന്നത് എനിക്ക് വരക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വരക്കാൻ പറ്റുന്നത് നല്ലത്. മറ്റത് നേരെ തിരിച്ചാണ്. ഒന്ന് താഴെ ഒന്ന് ഇങ്ങനെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇത് ഇതിന്റെ ഫ്രണ്ട് സൈഡാണ്. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഉണ്ടാവും. ഇതിന്റെ ഫ്രണ്ട് ഇങ്ങോട്ട് തള്ളി ഇങ്ങനെ പ്ലെയിനിൽ കാണിച്ചാൽ ഇത് ഇങ്ങോട്ട് തള്ളിക്കും. അതിന്റെ പോയിന്റ് അങ്ങോട്ടായിരിക്കും. മനസ്സിലായി? അതാണ് സ്റ്റാഗേർഡ്. എന്നിട്ട് അതിന്റെ നേരെ മേലെ ഒരു പോയിന്റ്. അപ്പൊ 5ഉം 5 10ഉം 1 11 1 12 വെർട്ടീസസ് ഉണ്ടാവും. ഇതിനെ ഓരോന്നിനെ കണക്ട് ചെയ്ത് തുടങ്ങിയ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ 10 ട്രയാങ്കിൾസ് ഇവിടെ കിട്ടും, 5 ഇവിടെ കിട്ടും, 5 ഇവിടെ കിട്ടും. മൊത്തത്തില് 20 ട്രയാങ്കുലർ ഫേസസ് ഉണ്ടാവും. സാരമില്ല, ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മൾ കൂടുതലും ബുക്കിലൊക്കെ നോക്കി കാണും ചിത്രങ്ങളൊക്കെ ഭംഗിയുടെ. കണ്ടാൽ മനസ്സിലാവുന്ന ചിത്രങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കാണും. അപ്പോഴേ 20 വെർട്ടക്സിന്റെ ഡെൽറ്റാഹെഡ്രൺ ആയ ഐക്കോസാഹെഡ്രൺ ആണ് ഇതിന്റെ സ്ട്രക്ചർ. C2B8 H10 സ്ട്രക്ചർ വരും. ദാറ്റ് ഈസ് എ ക്ലോസോ സ്ട്രക്ചർ. സപ്പോസ് യു ഹാവ് എ 11 വെർട്ടക്സ്ഡ് നിഡോ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? A 11 vertex nido structure will be a structure obtained by removing one of the vertices of a 10 vertex 11 vertex ഏതൊക്കെ പറയാൻ മാസം മാറിപ്പോയത്. 11 vertex nido structure means a structure obtained by removing one vertex from as a 12 vertex ക്ലോസോ സ്ട്രക്ചർ. 12 വെർട്ടക്സ് ക്ലോസോ സ്ട്രക്ചറിൽ നിന്ന് ഒരു വെർട്ടക്സ് റിമൂവ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പൊ എന്തായിരിക്കും ഈ 12 വെർട്ടക്സ് ക്ലോസോ സ്ട്രക്ചർ നമ്മൾ ഐക്കോസാഹെഡ്രൺ ആണ്. അതിന്റെ മേലെയോ താഴെയുള്ള ഒരു പോയിന്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ നമുക്കൊരു നെസ്റ്റ് പോലെ കിട്ടും. ദാറ്റ് ഈസ് ദ 11 വെർട്ടക്സ് നിഡോ സ്ട്രക്ചർ. ദാറ്റ് ക്യാൻ ബി കോൾഡ് ദി ട്രങ്കേറ്റഡ് ഐക്കോസാഹെഡ്രൺ. ഒറ്റ വെർട്ടക്സ് റിമൂവ് ചെയ്ത് കിട്ടുന്നതിന് പറയുന്നത് ട്രങ്കേറ്റഡ് ഐക്കോസാഹെഡ്രൺ എന്ന് പറയും. ദാറ്റ് ഈസ് ദ 11 വെർട്ടക്സ് നിഡോ സ്ട്രക്ചർ. മനസ്സിലായില്ല? 11 vertex nido structure means something obtained from a 12 vertex closer structure. ഒന്ന് റിമൂവ് ചെയ്ത് രണ്ടെണ്ണം പോയത് കിട്ടും. You will get a 10 vertex arachno structure. അന്നേരം ഇതെല്ലാം റിമൂവ് ചെയ്യുക. ഒന്ന് റിമൂവ് ചെയ്ത് അടുത്തതില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ 5 ഏതെങ്കിലും ഒരു വെർട്ടക്സ് ആകും. സപ്പോസ് ഫസ്റ്റ് I remove this vertex. Definitely the other vertex removed will be any one of these 5. 1 2 3 4 ഇതിൽ 5 ഇതിലേതെങ്കിലും ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് തൊട്ട് ചേർന്ന് വരുന്ന ഇതോ ആയിട്ട് റിമൂവ് ചെയ്യാം. അതാണ് അല്ല ഏതെങ്കിലും ഒരു പോയിന്റ് റിമൂവ് ചെയ്ത് ആ സ്ട്രക്ചർ വരില്ല. റിമൂവ് ചെയ്യാതെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് അങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത് എന്ന് മനസ്സിലാക്കുക. ബൈ റിമൂവിങ് അഡ്ജസന്റ് വെർട്ടീസസ് ഫ്രം ക്ലോസോ സ്ട്രക്ചേഴ്സ്. If one vertex is removed, you get the nido. 2 removed, you get the arachno. 3 removed, you get the hypo. മനസ്സിലായല്ലോ പറയുന്നത്? So that is how we reach at this. ഇപ്പോൾ ഏകദേശം ഐഡിയ മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഈ പറഞ്ഞ കാർബോറൈൻസ് ശ്രദ്ധിക്കും. അതുപോലെ ബോറൈൻസോ ബോറോഹൈഡ്രൈഡ് അയോൺസോ ഏതായാലും ശരി, അതിൽ ഇലക്ട്രോൺസ് രണ്ടൊക്കെ കൂട്ടി നെഗറ്റീവ് ചാർജ് കൂട്ടി എക്സ്ട്രാ ഹൈഡ്രജനെ കൂട്ടി നമുക്ക് അതിന്റെ എത്ര ഇലക്ട്രോൺ പേരുണ്ടെന്ന് നോക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബോറോണിന്റെ ഹൈഡ്രജൻ എണ്ണം തുല്യമാക്കാൻ വേണ്ടി എത്ര ഹൈഡ്രജൻസ് കുറക്കണം, H+ കുറക്കണം. അത്രയും കുറക്കുക. അപ്പോൾ അതിനനുസരിച്ച് ചാർജ് കൂടും. ആ ചാർജ് നോക്കിക്കൊണ്ട് 2 മൈനസ് ആംഗിൾ ക്ലോസോ 4 മൈനസ് ആംഗിൾ നിഡോ 6 മൈനസ് ആംഗിൾ അരക്കണം നമുക്ക് പറയാൻ പറ്റും. അപ്പം അത്രയാണ് നമ്മുടെ വെയ്റ്റ്സ് റൂളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.
ഇത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലുണ്ടോ എനിക്കൊരു ബുക്ക് വായിച്ച് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ ആർക്കും എപ്പോഴും വിളിച്ച് ചോദിക്കാം. ഇതിനോട് ക്ലിയർ ആക്കാൻ യാതൊരു പ്രയാസമില്ല. ഇനി നമുക്ക് 6